sir. Next, I would like to invite Hassan Parambaran sir, 12th ward member. നമ്മുടെ CMI സ്കൂളിലെ ഈ ആർട്സ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട ഗായകനും കട്ടുമാരും ജഡ്ജിയുമായിരുന്ന ഫൈസൽ എടേറ്റി, ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ബഷീർ ഉസ്താദ്, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കുറേ വർഷങ്ങളായി CMI ആയിട്ട് ബന്ധപ്പെട്ട പല പരിപാടികളിലും ഞാനും പങ്കെടുക്കാറുണ്ട്. എന്തായാലും ഈ സ്ഥാപനത്തിൽ വരുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ ഓർമ്മകളാണ് നമുക്കുണ്ടായത്. ഇവിടെ കുട്ടികളെ അക്കാദമിക് രംഗത്തും ആർട്സിനും സ്പോർട്സിനുമെല്ലാം ഉന്നത നിലവാരത്തിലേക്ക് എത്തിക്കുന്ന ഒരു സ്ഥാപനമായാണ് ഇത് ഉയർന്നു നിൽക്കുന്നത്. നമ്മുടെ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ നമ്മളെ ഈ പ്രാസംഗികരെല്ലാം പറഞ്ഞ ഒരു കാര്യം, പുതിയ തലമുറ നമ്മുടെ ഒന്നും കൈപ്പിടിയിലല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത്, കുട്ടികളുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് രക്ഷിതാക്കൾക്ക് അവരുടെ മേലുള്ള പിടി വിട്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, സ്കൂളിലും മദ്രസകളിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളെ കുട്ടികൾ നമ്മൾ പറയുന്നതൊക്കെ കേൾക്കും. അവർ ഒരു പരിധി വരെ നമ്മൾ അനുസരിക്കും. ഒരു 10ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിലൊക്കെ എത്തുന്നതോട് കൂടി അവരുടെ പുതിയ കൂട്ടുകാരൊക്കെ ആയി കഴിയുമ്പോൾ നമ്മളെക്കാട്ടിലും കുറച്ചും കൂടി വിവരം വെച്ച മാതിരി അവരെ പെരുമാറ്റം തുടങ്ങും. അത് കഴിഞ്ഞൊരു +1 +2 ഒക്കെ എത്തുന്നതോട് കൂടി ആ പെരുമാറ്റം നമ്മളനുസരിക്കാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്. അതോടൊപ്പം ഇന്നത്തെ തലമുറ അനുഭവിക്കുന്ന ഏതൊരു കാര്യം, അതായത് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗമായിക്കോട്ടെ, മറ്റുള്ള എല്ലാ സംഗതിയും, ഇന്ന് നമ്മളെ കാലഘട്ടത്തിലില്ലാത്ത ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഇൻ്റർനെറ്റും സ്മാർട്ട് ഫോണും സോഷ്യൽ മീഡിയയും, നമ്മളെല്ലാവരും അതിന് അഡിക്റ്റാണ്. ഇന്നിപ്പോൾ വാട്സപ്പ് ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് കാണാത്ത ഒരാളും ഈ സദസ്സിലുണ്ടാകാൻ സാധ്യതയില്ല. ഏതെങ്കിലും 1-2 ആളുകൾ സാധാരണ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും. ബാക്കി മുഴുവൻ ആളുകളുടെയും കയ്യിൽ സ്മാർട്ട് ഫോണുകളാണ്. അപ്പോൾ ഈ ലോകത്തുള്ള എല്ലാ തിന്മയും നമുക്ക് ആ സ്മാർട്ട് ഫോണിൽ കാണാം, എല്ലാ നന്മയും നമുക്കതിൽ കാണാം. അപ്പം നമ്മൾ നന്മ തിരഞ്ഞെടുക്കണോ തിന്മ തിരഞ്ഞെടുക്കണോ എന്നുള്ളത് നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മളെ മക്കൾ നന്മയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്മയുടെ പാതയിൽ പോയാൽ മാത്രമേ വരുള്ളൂ. മക്കൾക്ക് നന്മ ഉപദേശിക്കണമെന്നുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധയോടെ ജീവിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണുകളിൽ നമ്മൾ ഇന്നിപ്പോൾ സ്ത്രീകളെ സമയത്തോളം പാചകം മുതൽ മതപരമായ കാര്യങ്ങൾ മുതൽ ലോകത്തുള്ള എല്ലാ സംഗതിയും സ്ത്രീകൾക്ക് കിട്ടുന്നത് ഈ മൊബൈൽ ഫോണിലൂടെയാണ്. നമ്മളെ കുടുംബശ്രീൻ്റെ കാര്യമായാലും വാർഡിലെ കാര്യമായാലും മെസ്സേജുകളെല്ലാം വരുന്ന അതിലാണ്. കുട്ടികളെ പഠിത്തം സ്മാർട്ട് ഫോണിൽ തന്നെ. അപ്പോൾ അതൊന്നും ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഗതിയാണ്. പക്ഷേ നമ്മളെ മക്കൾക്ക് അത് നൽകുമ്പം അവരെന്താണ് കാണുന്നത്, അവരെന്താണ് ചെയ്യുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം എത്ര പ്രായമായാലും നമ്മളെ മക്കൾ തന്നെയാണ്. ആ മക്കളെ നമ്മൾ നല്ല രീതിയിൽ ഉപദേശിച്ച് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവരോട് നല്ല രീതിയിൽ, അവരെ ദേഷ്യം പിടിച്ച് അവരോട് സഭിച്ചിക്കാണ് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. അവർക്ക് വളരെ നല്ല രീതിയിൽ അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി നല്ല രീതിയിൽ സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരോടൊപ്പം നിൽക്കാൻ ശ്രമിക്കുക. കുട്ടികൾ പഠിക്കണം, കുട്ടികൾ മതപരമായ കാര്യങ്ങളും ഭൗതികമായ കാര്യങ്ങളും പഠിക്കണം. ആ പഠനം തുടരുന്നതോടൊപ്പം അവർ തിന്മയിലെ മാർഗത്തിലേക്ക് പോകാതെ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കണം. അതിൽ നമ്മൾ പരാജയപ്പെട്ടാലാണ് നമ്മളെ മക്കൾ നമുക്കും ചീത്തപ്പേരും സമൂഹത്തിനും നാശമുണ്ടാകുന്ന അവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പം ആ കാര്യത്തിൽ എല്ലാവരും, രക്ഷിതാക്കളെ ബഹുമാനിക്കാത്ത അധ്യാപകരെയും അധ്യാപികമാരെയും ബഹുമാനിക്കാത്ത അവരോട് എതിർക്കുന്ന ഒരവസ്ഥയ്ക്ക് നമ്മളെ മക്കൾ പോകാതിരിക്കാൻ, പിഞ്ചു കുഞ്ഞുങ്ങളായിട്ടുള്ള സമയം മുതൽ എത്ര പ്രായം വന്നാലും, ഇപ്പോൾ നമ്മളെ ഫൈസൽ സാർ പറഞ്ഞ മാതിരി ഏത് പ്രായത്തിലെത്തിയാലും മക്കൾ തന്നെയാണ്, ഉമ്മ തന്നെയാണ്.
വാപ്പ തന്നെയാണ്. അപ്പം നമ്മളെ മക്കൾ ഏത് പ്രായത്തിൽ നമ്മളനുസരിക്കണം, നമ്മളെ കീഴിൽ നമ്മളെ ബഹുമാനിച്ച് നിൽക്കുന്ന അവസ്ഥയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രായം എത്ര കൂടിയാലും അതിനനുസരിച്ച് അവരോട് ഇളവ് ചെയ്ത് ഇനിയോ പോട്ടെ എന്നുള്ളതല്ല. ഏത് പ്രായത്തിലും അവർ നമ്മളെ ഒപ്പം നിർത്താൻ വേണ്ടി ശ്രമിക്കണം. എന്തായാലും ഈ CMIയിലെ പിഞ്ചു കുട്ടികളെല്ലാം വളർന്ന് വലുതായി നമ്മളെ സമൂഹത്തിലും കുടുംബത്തിലും മാതാപിതാക്കൾക്കും ഉപകാരപ്പെടുന്ന നല്ല മക്കളായി തീരട്ടെ. എല്ലാ ആർട്സിലും സ്പോർട്സിലും എല്ലാ മേഖലയിലും തുടങ്ങി നല്ല കുട്ടികളായി വളരട്ടെ. ഈ ഒരു ആർട്സ് പരിപാടിക്കുള്ള എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.